ഹൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രവാസം നഷ്ടമാകുന്ന വേരുകളും പടുത്തുയർത്തുന്ന സ്വപ്നങ്ങളും എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ വ്യത്യസ്തങ്ങളായ അർത്ഥ തല മാനങ്ങളിലേക്ക് നാം കടന്നു ചെല്ലേണ്ടതുണ്ട്. ആളുകൾ പല വിധേനയുള്ള വിചാരപ്പെടലിലൂടെയാണ് സ്വന്തം ജനിച്ച് കളിച്ച് വളർന്ന ഒരു നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പെടുന്നത്. ജോലിക്കായിട്ടും വിദ്യാഭ്യാസത്തിനും ഒരു സാമൂഹിക സുരക്ഷയ്ക്കും മികച്ച ജീവിതത്തിനുമുള്ള സാധ്യതകളെ തേടിയാണ് പല ആളുകളും വിദേശ നാടുകളിലേക്ക് കുടിയേറി പാർക്കുന്നത്. പ്രവാസം നമ്മുടെ സമൂഹത്തിൻ്റെ സ്വപ്നങ്ങളും ആശകളുമായി അത്യന്തം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അതേസമയം ഈ പ്രവാസം എന്നുള്ളത് നമ്മിൽ നിന്ന് ഒരുപാട് മൂല്യങ്ങളെയും ഒരുപാട് മൂല്യച്യുതികൾ നമ്മൾ വരുത്തി വെക്കുന്നുമുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടതുണ്ട്. ആദ്യകാല മനുഷ്യരെ പോലെ തന്നെ ഇന്ന് ലോകമാകെയുള്ള 304 കോടിയോളം ആളുകൾ മറ്റു രാജ്യങ്ങളിലും മറ്റു പ്രദേശങ്ങളിലുമായിട്ട് വസിക്കുന്നവരാണ്. ലോക ജനതയുടെ ഏകദേശം 30% ആളുകൾ എന്ന തോതിലാണ് ഇതിൻ്റെ കണക്ക് വരുന്നത്. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ കണക്ക് പ്രകാരം 167 മില്യൺ ആളുകൾ ജോലിക്ക് വേണ്ടി പ്രവാസിയായതായിട്ട് കാണാൻ സാധിക്കും. മലയാള നാട്ടിൽ നിന്നുള്ള പ്രവാസത്തിൻ്റെ തുടക്കമെന്ന് പറയുന്നത് 70കളുടെ തുടക്കത്തിലാണ്. അറേബ്യൻ നാട്ടിൽ എണ്ണ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൻ്റെ മൂല്യത്തെ ആഗ്രഹിച്ചുകൊണ്ട് മലയാള നാട്ടിൽ നിന്ന് 70കളുടെ തുടക്കത്തിൽ ഒരുപാട് ആളുകൾ പ്രവാസം ലക്ഷ്യമിട്ടുകൊണ്ട് അന്യനാടുകളിലേക്ക് കുടിയേറി പാർത്തതായിട്ട് കാണാൻ സാധിക്കും. യൂണിയൻ ഓഫ് അറബ് ചേംബേഴ്സിൻ്റെ കണക്ക് പ്രകാരം GCC രാജ്യത്ത് നിന്നും $131.5 ബില്യൺ ഓരോ വർഷവും പല നാടുകളിലേക്ക് അയക്കപ്പെടുന്നുണ്ട്. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം 22-23 വർഷത്തിൽ ഏകദേശം 1.91 ലക്ഷം കോടി രൂപയാണ് കേരളത്തിലേക്ക് അയക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോ പ്രവാസിയും എത്രത്തോളമാണ് തൻ്റെ രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി ഇടപെടുന്നത്, സാമ്പത്തികമായി ഇടപെടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേസമയം തന്നെ ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വേരുകളും ഒരുപാട് മൂല്യച്യുതികളും നഷ്ടപ്പെടുന്നുണ്ട്. ഭാഷയും താൻ അനുഭവിച്ചു പോന്ന കുടുംബ വേരുകളും അത് ഒരുപാട് വർഷക്കാലം കൊണ്ടു നടന്ന മതകീയ മൂല്യങ്ങളെയും പല കാരണങ്ങളാൽ അവനെ നഷ്ടപ്പെടുത്തേണ്ടി വരുന്നു. അതല്ലെങ്കിൽ സാഹചര്യത്തിൻ്റെ കാരണം മൂലം അവന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ 1970കളിൽ തുടങ്ങിയ ഈ പ്രവാസം 90കളിൽ തന്നെ തിരിച്ചുവരവിൻ്റെയും പാതയിലേക്ക് കടന്നു വരുന്നുണ്ട്. 1990കളിൽ നടന്ന കുവൈറ്റ് യുദ്ധം കാരണമായിട്ടും അതുപോലെ തന്നെ അവിടുന്ന് അങ്ങോട്ട് തുടങ്ങി 2013 സൗദി അറേബ്യയിൽ തുടങ്ങി ഏഷ്യാകമാനം പടർന്നു പന്തലിച്ച നിതാക്കാത്ത് കാരണമായിട്ട് മടങ്ങിവരവിലേക്കും പ്രവാസി മാറിയിട്ടുണ്ട്. ഇങ്ങനെ മടങ്ങി വരുന്ന ഓരോ പ്രവാസിയും 2 തരം ശൂന്യതയിലേക്കാണ് എത്തപ്പെടുന്നത്. ആരോഗ്യവും സമ്പാദ്യവും നഷ്ടപ്പെട്ടുകൊണ്ട് പല പ്രവാസികളും മടക്കത്തിൻ്റെ പാതയിലേക്ക് വരുന്നത് നാം കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുമ്പോൾ താൻ അനുഭവിക്കുന്ന സൗകര്യങ്ങളും താൻ നേടിയെടുക്കുന്ന സമ്പാദ്യവും കൃത്യമായിട്ട് നിക്ഷേപിക്കാൻ ഓരോ പ്രവാസിയും പഠിക്കേണ്ടതുണ്ട്. അതേപോലെ താൻ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന താൻ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ വീടുകളിലേക്ക് എത്തിപ്പെടുമ്പോൾ അത് എങ്ങനെ ഉപയോഗിക്കണമെന്നും അത് ഓരോ മൂല്യത്തിലേക്കുമുള്ള നിക്ഷേപമായിരിക്കണമെന്നും തൻ്റെ കുടുംബത്തെ തെർബിയത്ത് ചെയ്യാൻ സാധിക്കുന്നില്ല എങ്കിൽ മടങ്ങി വരുന്ന ഓരോ പ്രവാസിയും അവഗണനയുടെ പാതയിലേക്കാകും എത്തിപ്പെടുക. കുടുംബത്തിൽ നിന്നും സമൂഹത്തിൽ നിന്നും പലതരത്തിലുള്ള അവഗണനകളെ ഏറ്റുവാങ്ങേണ്ടി വരും ഓരോ പ്രവാസിയും. അവസാനം ചാരുകസേലയിൽ ഇരുന്നു കൊണ്ട് കവി പാടിയതുപോലെ അവന് ഞാൻ അമ്പെയ്ത്ത് പഠിച്ച് അവൻ്റെ കൈ ഉറച്ചപ്പോൾ അവൻ എനിക്കെതിരെ അമ്പ് തൊടുത്തു. അവന് ഞാൻ കാവ്യവും പ്രാസവും പഠിപ്പിച്ചു. എല്ലാം പരിശീലിച്ചു കഴിഞ്ഞപ്പോൾ അവൻ എനിക്കെതിരെ തെറിപ്പാട്ട് പാടിയെന്ന് നിരാശാ കവി പാടിയതുപോലെ പാടേണ്ടി വരുമെന്നുള്ള മൂല്യം എന്നൊരു പാഠം ഓരോ പ്രവാസിയും ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് വാക്കുകൾക്ക് വിടാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.